പാസ്പോർട്ട്, വിസ ഈ രണ്ടിനുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് ട്രെയിനിലോ ബസ്സിലൊക്കെ പോകാനായിട്ട് ടിക്കറ്റ് മാത്രം മതിയല്ലേ. ഇന്ത്യക്കുള്ളിൽ ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനായിട്ട് നമുക്ക് ആ ഫ്ലൈറ്റ് ടിക്കറ്റും അതിന്റെ ഒപ്പം നമ്മുടെ ഒറിജിനൽ ഐഡന്റിറ്റി കാർഡും മതി. അത് വെച്ചിട്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽസിന് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ആരാണ്, നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുവാനായിട്ട് ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു ഐഡന്റിറ്റി കാർഡ് ആവശ്യമില്ല. ഈ ഐഡന്റിറ്റി കാർഡാണ് പാസ്പോർട്ട് എന്ന് പറയുന്ന സംഭവം. അതിനകത്ത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോ ഉണ്ടാവും. ഈസി ആയിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാസ്പോർട്ട് കമ്പൽസറി ആണ്. അതിന്റെ കൂടെ തന്നെ കമ്പൽസറി ആയിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിസ എന്ന് പറയുന്ന സംഭവം. വിസ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനായിട്ട് ആരുടെയും അനുമതി ആവശ്യമില്ല. എന്നാൽ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വീട്ടുകാരുടെ അനുമതി അല്ലെങ്കിൽ അവരുടെ ഒരു സാങ്ഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട് അവിടെ പോയിട്ട് താമസിക്കണമെങ്കിൽ. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് വിസ എന്ന് പറയുന്നതും. നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തിന്റെ എംബസിയിൽ നിന്ന് നമുക്കൊരു സാങ്ഷൻ കിട്ടേണ്ടതുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ രാജ്യത്തേക്ക് പോകുന്നത്, സ്റ്റുഡന്റ് ആയിട്ടാണോ, ടൂറിസ്റ്റ് ആയിട്ടാണോ, അതോ വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്ന രീതിയിലാണോ പോകുന്നത്, നമ്മുടെ ഫുൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പാപ്പറായിട്ട് ആ രാജ്യത്തിന് ബേർഡനായി മാറില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പണമുണ്ട്, അവിടെ പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് റിട്ടേൺ ചെയ്യാനുള്ള പണം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്താലാണ് ആ രാജ്യത്തിന്റെ എംബസി നമുക്ക് വിസ സാങ്ഷൻ ചെയ്യുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവൽ ഐഡന്റിറ്റി കാർഡ് ആണ്. അറ്റ് ദ സെയിം ടൈം വിസ എന്ന് പറയുന്നത് ഒരു രാജ്യം ആ രാജ്യത്ത് വിസിറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് അർഹതയുണ്ടോ അല്ലെങ്കിൽ ഇവൻ യാതൊരു തരത്തിലുള്ള ഇല്ലീഗൽ പരിപാടി നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ സാങ്ഷൻ ചെയ്തു തരുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് കൂടിയാണ് ഈ വിസ എന്ന് പറയുന്നത്.